ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മീൻ മുളക് ചാറ് വെക്കാനായിട്ടാണ്. അതിനാവശ്യമായ മുളക് പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഞാൻ ഇവിടെ 3 സ്പൂണാണ് മുളക് പൊടി എടുക്കുന്നത്. അതിനാവശ്യമായ പിന്നെ നമ്മൾ സൊർക്ക വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരിയും പിന്നെ നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പും മിക്സ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം തന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഞാനിവിടെ 2 മീനാണ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് പുളി എടുത്തിട്ടുള്ളത്. അത് നന്നായി നീര് കിട്ടുന്ന രീതിയിൽ നന്നായി പിഴിഞ്ഞ് വയ്ക്കുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ട് നമുക്ക് അടുത്തതിടാം. എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവടാം. ഇവിടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉലുവയാണ് പൊട്ടിക്കുന്നത്. ഉലുവ മൂത്തതിന് ശേഷം ഇനി നമ്മൾ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് അതിലേക്ക് ചേർക്കുന്നത്. ചെറുള്ളി ആയാലും മതി, ചെറുള്ളി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായി ഇളക്കുക. നമ്മളതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. വേഗം വാടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. സവോള മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മല്ലിപ്പൊടി ഈ മീൻ കറിയിലേക്ക് ചേർക്കില്ല. കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. അത് മൂത്ത മണം വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുളകിൽ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായി വിനാഗിരിയുടെ മണം വരും. അത് നന്നായി മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അത് നന്നായി മിക്സായി ഉണ്ടാവും. അപ്പോൾ ആ പുളിഞ്ചാറ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പുളി ഇട്ട് വെച്ച വെള്ളമാണിത്. അപ്പോൾ ഇതിൻ്റെ തരിയില്ലാതെ അത് ചട്ടിയിലേക്ക് ഒഴിക്കണം. നന്നായി അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. പുളിയുടെ ചാറാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമ്മളിത് നന്നായി വെള്ളം തിളയ്ക്കുന്ന വരെ വെക്കണം. പുളിഞ്ചാറ് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് നല്ല റെഡ് കളറ് മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല റെഡിഷായിട്ട് ഇരിക്കുന്നത്. തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്, 2 അയില എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ മീനിടാണ്. നമ്മൾ തിളച്ച് വറ്റുന്നവരൊന്ന് നോക്കണം. തിളച്ച് വറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയുണ്ട്. ഇത് ഒന്നും കൂടി വറ്റിക്കുന്നവർക്ക് വറ്റിക്കാം. ഇത് നമുക്ക് സിമ്പിൾ വേ ആണ്. ഇനി ഇത് നമുക്ക് കപ്പയുടെ ഒപ്പോ കൊള്ളിയുടെ ഒപ്പോ അതോ ടച്ചിങ്സ് ആയിട്ടോ നല്ല ടേസ്റ്റാണ്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മളിത് ഓഫ് ചെയ്ത് ഒരു 2 സെക്കൻഡിന് ശേഷം ഇതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും, നല്ല മണവും കിട്ടും.
നമ്മൾ കുറച്ച് നേരമായി ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, പക്ഷെ മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയ്ക്ക് ശേഷം നമ്മൾ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നത്. അപ്പം നമ്മൾ കറിയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. കറി കൂട്ടി കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് അങ്ങോട്ട് കുഴച്ച് തിന്നണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു.